ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ICUനെ കുറിച്ചാണ്. എന്താണ് ICU, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU, ഹു ആർ കെയർഡ് ഫോർ ഇൻ ICU, അല്ലെ, ആരെല്ലാമാണ് നമ്മൾ ICUല് അഡ്മിഷൻ ചെയ്യുന്നത്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ICUs എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ, ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ് നോക്കിയായിരുന്നു. പിന്നെ സ്റ്റാഫിങ്, അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫുകളാണ് ICUലുള്ളത്. രജിസ്ട്രാർ, ഒരു ICUലെ രജിസ്ട്രാർ എന്ന് പറയുന്നത് ആരാണ്, അവിടെ വരെയൊക്കെയാണ്. പിന്നെ അഡ്മിഷൻ ക്രൈറ്റീരിയ നോക്കി, ICUലെ ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും അത് ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ICUന്റെ ഒരു കണ്ടിന്യൂഷൻ കുറച്ചുകൂടി ഉണ്ട്, അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം. പിന്നെ നമ്മൾ തുടങ്ങുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU. ഒരു ICUലെ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇൻചാർജ് എന്നുള്ളൊരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഏതൊരു സെക്ഷനിലാണെങ്കിലും, ഇപ്പൊ നമ്മളൊരു ജോലിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇൻചാർജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചൊരു നമ്പർ ഓഫ് പേഴ്സണിനെ, അല്ലെങ്കിൽ അതിനൊരു മേധാവി പോലെ അതിന്റെ കാര്യങ്ങൾക്ക് ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെ. അദ്ദേഹത്തിന് നമ്മൾ ഇൻചാർജ് എന്ന് വിളിക്കാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വാർഡ്സിലൊക്കെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ വാർഡിൽ ഒരു ഇൻചാർജ് ആയിട്ടുള്ള ഒരു നേഴ്സ് ഉണ്ടാവും, അല്ലെ. ആ നേഴ്സ് ആയിരിക്കും നമ്മളുടെ കാര്യങ്ങളും, നമുക്കറിയാം വാർഡിൽ ഇരിക്കുമ്പോൾ ഒരു ടേബിളൊക്കെ ഇട്ട് ഒരു നേഴ്സ് ഇരിക്കുന്നുണ്ടാവും, അല്ലെ. ആളാണ് അതിന്റെ ഇൻചാർജ്. അപ്പോൾ നമ്മളുടെ ഈ വാർഡിലെ പേഷ്യൻസിന്റെ റെക്കോർഡ്സും ഡീറ്റെയിൽസും എഴുതി വെക്കുന്നതും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ വാർഡിലെ അല്ലെങ്കിൽ ആ സെക്ഷനിലെ ഇൻചാർജ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു, ICU എന്ന് പറയുന്നത് ഒരു വലിയൊരു യൂണിറ്റ് തന്നെയാണ്, അല്ലെ. ഡോക്ടേഴ്സും നഴ്സസും പിന്നെന്താണ് തെറാപ്പിസ്റ്റുകൾ ഉണ്ടാവാം, എക്യുപ്മെന്റ്സ് ടെക്നീഷ്യൻസ് ഉണ്ടാവാം, തുടങ്ങിയവ എല്ലാവരും ചേർന്നൊരു ചെറിയൊരു യൂണിറ്റ് തന്നെയാണ് ICU എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ICUലും ഒരു ഇൻചാർജ് ഉണ്ട്. ഇപ്പൊ വാർഡിലൊക്കെ ഉള്ള പോലെ തന്നെ ICUലും ഒരു ഇൻചാർജ് ഉണ്ട്. എന്തൊക്കെയാണ് ആ ഇൻചാർജ് ചെയ്യേണ്ട കടമകൾ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ്, എന്തൊക്കെയാണ് ഇൻചാർജസിന്റെ കടമകൾ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓരോ പോയിന്റ് ആയിട്ടാണ്. നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോൾ ശ്രദ്ധിച്ചു പോവുക. കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു പിടിക്കുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റിനെ അഡ്മിനിസ്ട്രേറ്റീവ്, അല്ലെ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവിലെ ഒരു യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ICU എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം വ്യക്തികൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് ആണ് ICU, അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ആ ഒരു പ്രതിനിധിയാണ് നമ്മളുടെ ICU ഇൻചാർജ് എന്ന് പറയുന്നത്. പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അല്ലെ. അതായത് പരിചരണത്തിന്റെ ഒരു തുടർച്ച നൽകുന്നു. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും, അല്ലെ, ഡേ ടു ഡേ പ്രൊസീജിയർ അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ടുള്ള കെയർ നൽകേണ്ടത് ആരാണ്? ഈ ICU ഇൻചാർജിന്റെ ഒരു ഡ്യൂട്ടിയാണ്. Arrange teaching and supervision of junior staff who needed comprehensive instruction, not only regarding patient care, but also for use of unfamiliar equipment. എന്താണ് അറേഞ്ച് ചെയ്യണം, അല്ലെ. ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. ടീച്ചിങ് മീൻസ് എന്താണ്? ജൂനിയർ സ്റ്റാഫ് ഉണ്ടാവും, നമ്മൾ പറഞ്ഞു, നഴ്സസ് ഉണ്ടാവും, അല്ലെ. ഇപ്പൊ ജൂനിയർ സ്റ്റാഫ് ഉണ്ടാവും, ടെക്നീഷ്യൻസ്മാരൊക്കെ ഉണ്ടാവും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവര് രോഗിയുടെ പരിചരണം നമുക്ക് കെയറിങ് ആവശ്യമാണ്. എന്നാൽ പോലും എന്ത് വേണം? രോഗി പരിചരണം മാത്രമല്ല, ഇപ്പൊ ടെക്നീഷ്യൻസ്മാർക്ക് അല്ലെങ്കിൽ ജൂനിയർ നേഴ്സ് ഉണ്ടെങ്കിൽ ആ ജൂനിയർ നേഴ്സിന് എന്താണ്, ചിലപ്പോൾ അവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ എന്തെങ്കിലും ഒരു അറിവില് കൂടുതലായിട്ട് അറിവ് ഇല്ലായ്മ വരാം. അപ്പൊ എന്ത് ചെയ്യണം? രോഗി പരിചരണം മാത്രമല്ല, ഈ ഉപകരണങ്ങളുടെ ഉപയോഗം സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ, കുറച്ച് സജഷൻസ് ഒക്കെ ആര് പറഞ്ഞു കൊടുക്കണം? ഈ ICU ഇൻചാർജ് ആയിരിക്കണം ജൂനിയർ നഴ്സസിനെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ICU എക്യുപ്മെന്റ്സ്. അപ്പൊ ഡ്യൂട്ടി മാത്രം, ഇതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് മാത്രമല്ല ഉള്ളത് ICUലെ പർച്ചേസിങ്. ICUവിൽ എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ICUവിൽ ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഒരു തകരാറോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ പ്രോപ്പർ കണ്ടീഷനിലാണോ പോകുന്നതെന്ന് എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പുതിയൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യണം. എന്തെങ്കിലും സർവീസസ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ അതെല്ലാം ഈ ICU ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. ഷുഡ് ഇനിഷ്യേറ്റ് റിസർച്ച് ബി ഓർഗനൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. റിസർച്ചുകൾ നടത്തണം. അതായത് ICUവിൽ എന്തെങ്കിലും
അതുപോലെയുള്ള കൂടുതൽ രോഗങ്ങളെ പറ്റിയുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ICUവിൽ പുതിയ നൂതനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ തന്നെ വ്യത്യാസങ്ങളോ, അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണോ, അങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ നടത്തേണ്ടത് ആരാണ്? ICU ഇൻചാർജ് ആയിരിക്കണം. ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്, അല്ലെ? ഷുഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫിന് എന്താണ് എല്ലാ ചികിത്സകളുടെയും ജീവനക്കാരുമായിട്ട് അവലോകനം ചെയ്യണം. അതായത് ഒരു കോപ്പറേറ്റ് ആയിട്ട് പോകണമെന്ന്. റെജിമെന്റ്സ് എന്നുള്ള മീൻസ് ചിട്ടയായിട്ടുള്ള ഒരു ക്രമമായിട്ടുള്ള രീതിയിൽ ഈ സ്റ്റാഫുകളുമായിട്ടും ഈ ICU ഇൻചാർജ് ഒരു കോപ്പറേഷൻ ആയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം, വർക്കിൽ ഒരുമിച്ച് നിൽക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഭരണാധികാരി എന്തെല്ലാമാണ് നമുക്ക് എൻഷുർ ചെയ്ത് തരേണ്ടതെന്ന്. നമുക്ക് അതായത് പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും എൻഷുർ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി, അല്ലെ? നമുക്കറിയാം ഫസ്റ്റ്ലി നമുക്ക് വേണ്ടത് ഇപ്പൊ ഒരു ജോബിൽ പ്രവേശിക്കുകയാണെങ്കിലും, ഇപ്പൊ നമ്മളൊരു സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു സ്കൂളിലേക്ക് പോകുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിൽ നിങ്ങൾ എൻഗേജ് ആവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ്ലി വേണ്ടത് എന്താണ്? ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ചെല്ലുമ്പോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിലോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് വേണം, അല്ലെ? അതായത് ഫെസിലിറ്റീസ് വേണം, എല്ലാ കാര്യങ്ങളും വേണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഒരു പേഷ്യൻസ് എന്ന നിലയ്ക്ക് നമുക്ക് ആദ്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്ത് തരേണ്ടത്. ഇനി സെക്കൻഡ്, സഫീഷ്യന്റ് റിസോഴ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് വേണം. ഒരു ഹോസ്പിറ്റലിലെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടും, അല്ലെ? അതായത് ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം, എക്യുപ്മെന്റ്സ് വേണം. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ നമുക്കറിയാം എക്സ്റേ, സ്കാനിങ് തുടങ്ങിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനുവേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എല്ലാ തരത്തിലുള്ള ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം നമുക്ക് എൻഷുർ. നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റിസോഴ്സസ്, ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിരിക്കണം ഇൻഷുർ ചെയ്ത് നമുക്ക് തരേണ്ടത്. ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ടീം തന്നെ ഉണ്ടായിരിക്കണം, അല്ലെ? ഇപ്പൊ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് വരുമ്പോ നല്ല രീതിയിൽ ആ പേഷ്യൻസിനോട് കോപ്പറേറ്റ് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ നമുക്ക് സേഫ് ആണ്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? ഒരു പേഷ്യൻസ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെ വന്ന ഒരു വ്യക്തിക്ക് നഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു സമീപനം ഉണ്ടെങ്കിൽ തന്നെ അതൊരു സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? അപ്പൊ നല്ല രീതിയിലുള്ള ഒരു നഴ്സിംഗ് ടീം തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് പ്രോപ്പർ റെഫറൽ സിസ്റ്റം, അല്ലെ? സ്റ്റാൻഡേർഡ് ഓഫ് ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം കെയർ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ നഴ്സിംഗിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, അതർ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു രീതിയിലുള്ള, അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കെയർ ആയിരിക്കണം നമുക്ക് പേഷ്യൻസിന് ലഭിക്കേണ്ടത്. അതായത് പ്രോപ്പർ റെഫറൽ സിസ്റ്റം മീൻസ് നല്ലൊരു സിസ്റ്റം ആയിരിക്കണം, അല്ലെ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൂടെ അങ്ങനെ നമുക്ക് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി ഇപ്പൊ പേഷ്യൻസിനെ കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കാത്ത അവസ്ഥയൊക്കെ വരും, അല്ലെ? ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോ അങ്ങനെ പേഷ്യന്റ് കെയർ കുറവായിരിക്കും. പക്ഷെ അപ്പൊ അതൊക്കെ ആരാണ് എൻഷുർ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതെല്ലാം എൻഷുർ ചെയ്ത് ഒരു പേഷ്യന്റിന് നൽകേണ്ടത്. ഇനി എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് നടത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ബ്ലഡ് ടെസ്റ്റുകൾ അങ്ങനെ ഫ്രീ, അങ്ങനെ ബ്ലഡ് ടെസ്റ്റുകളും പിന്നെ കുറെ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ചില ഹോസ്പിറ്റലുകളിലൊക്കെ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അഷുറൻസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യണം. ഇനി പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു അഡ്മിഷൻ എടുക്കണം. നമുക്കറിയാം റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കും, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ വിളിച്ച് പറയുന്ന നമ്പറൊക്കെ എടുക്കലൊക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പ്രൊസീജിയർ ഒക്കെ പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഡിസ്ചാർജിന്റെ പ്രൊസീജിയേഴ്സ്, അല്ലെ? അപ്പൊ ആ തരത്തിലുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സും ആയിരിക്കണം, ഡിസ്ചാർജ് പ്രോസസ്സും ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാരെ എൻഷുർ ചെയ്താൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുള്ളൂ, അല്ലെ? പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം, എങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് ഒരു ഉയർച്ച ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ICU ഇൻചാർജസ് നോക്കി. നെക്സ്റ്റ് എന്താണ്? അഡ്മിഷൻ. എന്തൊക്കെയാണ് ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് ഒരു ഹോസ്പിറ്റല് നമുക്ക് എൻഷുർ ചെയ്ത് തരേണ്ടതെന്നാണ് നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്
ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. അപ്പോൾ ICU ഇൻചാർജ് ഉണ്ട് അല്ലെ, ICU ഇൻചാർജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ICU സെക്രട്ടറി ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ ICU ഇൻചാർജ്, സെക്രട്ടറി, രജിസ്ട്രാർ, അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ്, നഴ്സസ് അല്ലെ, ജൂനിയർ നഴ്സസ്, ഇവരെല്ലാം ചേർന്നൊരു ടീമാണ് ICU എന്ന് പറയുന്നത്. അപ്പൊ ICUല് വേറൊരു ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആണ് ICU സെക്രട്ടറി. അപ്പൊ നമുക്കറിയാം ICU ഇൻചാർജിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ട് ഇൻചാർജിന് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇനി ICU സെക്രട്ടറിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. ഓരോ ഡ്യൂട്ടികളും നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് ഓരോരുത്തർക്കായിട്ട്. അപ്പൊ അത് അവരുടെ കടമയാണ് ഓരോ ഡ്യൂട്ടികൾ ചെയ്യുക എന്നതുള്ളത്. ഓക്കെ, ഇനി ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി എന്തൊക്കെയാണ്? നമുക്ക് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. A unit secretary in the ICU is normally the first person whom family members and visitors meet when coming to the ICU. ഓക്കെ, ICU എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് ആണ്. അപ്പൊ യൂണിറ്റ് സെക്രട്ടറി ഇൻ ICU ഇസ് നോർമലി, അപ്പൊ ഈ സെക്രട്ടറി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ ICUയിലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞത് ആരാണ്? സെക്രട്ടറി. നിങ്ങൾ ഓർത്തിരിക്കാട്ടോ, ഇതൊക്കെ ഈ പോയിന്റ്സ് മെയിൻ പോയിന്റ്സുകളാണ്. ICU സെക്രട്ടറിയിലെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നതാണ് യൂണിറ്റ് സെക്രട്ടറി. whom family members and visitors meet when coming to the ICU. നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ICUയിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമ്മളുടെ ബൈസ്റ്റാൻഡർ ഫസ്റ്റിലെ മീറ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ICUയിൽ നോർമലി ഒരു റൂമിൽ അഡ്മിഷൻ എടുക്കുന്ന പോലെ നമുക്ക് സന്ദർശകർക്കോ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒന്നും നോട്ട് അലൗഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, പിന്നെ ബൈസ്റ്റാൻഡർ ഒരാൾക്ക് മാത്രം അത്യാവശ്യത്തിന് എന്തെങ്കിലും നമുക്ക് പേഷ്യൻസിന്റെ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് നമുക്ക് കയറാൻ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ വിസിറ്റേഴ്സ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? ഈ ICU സെക്രട്ടറിനെയാണ്. അതുകൊണ്ടാണ് ICU അല്ലെ, ICUയിലെ ഫസ്റ്റ് പേഴ്സൺ എന്നറിയപ്പെടുന്നതാണ് ICU സെക്രട്ടറി. അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജ് പ്രോപ്പർലി. ഇപ്പൊ ICUയിൽ ഇപ്പൊ വേറെ വാർഡുകളിൽ നിന്നും അല്ലെങ്കിൽ കോൾസും അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് ആരാണ്? അല്ലെങ്കിൽ മെസ്സേജസ് പാസ് ചെയ്യണം. ഇപ്പൊ ICUയിൽ എന്തെങ്കിലും ഇപ്പോ ആൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് എന്തെങ്കിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബൈസ്റ്റാൻഡറിനെയോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ ബൈസ്റ്റാൻഡറിനെയൊക്കെ അറിയിക്കേണ്ട കടമ ICU സെക്രട്ടറിക്ക് ആയിരിക്കും. Accountable for meeting them and listening to determine what the client requires. ക്ലയന്റ് ഉദ്ദേശിക്കുന്നത് ബൈസ്റ്റാൻഡർ അല്ലെ. അപ്പൊ അവരുടെ ഡിറ്റർമിൻ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്ലയന്റ് ഈ രോഗിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ചിലപ്പോ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അത് കേട്ട് അതിൻ്റെതായ രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. The secretary is liable to answer basic question and provide general. സെക്രട്ടറി ആയിരിക്കണം ബേസിക് ക്വസ്റ്റ്യനും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിന്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെയായിട്ടുള്ള അവർക്ക് ആൻസേഴ്സ് ഒക്കെ കൊടുക്കേണ്ട കടമ ICU സെക്രട്ടറിക്ക് ആയിരിക്കണം. It cannot provide information concerning the medical status of patient. It is the secretary who helps point the customers in the right direction and refers them to other staff members if needed. അപ്പോ നമ്മൾ പറയുന്നത് ICU സെക്രട്ടറി ആയിരിക്കണം മെഡിക്കൽ സ്റ്റാറ്റസ് ഓഫ് പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഇൻഫോർമേഷൻ ചെയ്യുക അല്ലെ. ഇപ്പൊ മെഡിസിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജഷൻസും അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് സ്റ്റാഫ് മെമ്പേഴ്സിനെ അറിയിക്കുക അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അറിയിക്കുക. Perform clerical task, update bed status in computer അല്ലെ. ക്ലറിക്കൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് ആ വ്യക്തിയുടെ ഇപ്പൊ മരുന്നുകളുടെ ഒരു മരുന്നുകൾ ഉണ്ടാവാം, ഇപ്പൊ ഇഞ്ചക്ഷൻസ് ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ മെഡിസിൻസ്. പിന്നെ ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ, ബെഡ് സ്റ്റാറ്റസ് നോക്കണം അല്ലെ. ഇപ്പം വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് വേറൊരു വ്യക്തി ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലുകാര് ഈ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിൽ ICU ബെഡ് അവൈലബിൾ ആണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കും. അപ്പൊ ICU ബെഡിന്റെ സ്റ്റാറ്റസ് ഒക്കെ കമ്പ്യൂട്ടറിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇന്ന ബെഡ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇത്ര ബെഡ് അവൈലബിൾ ആണെന്നൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ട കടമയും കൂടി സെക്രട്ടറിക്കുണ്ട്. മെയിൻറ്റെയിൻ ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ ഫയൽസും റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസ് അല്ലെ. അത് ICU എന്ന പോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കെയർ ആയിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിനോട് കൂടി ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ICU എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഇത്രേ ഉള്ളൂ നമുക്ക് ICUയിൽ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം, ഡേ ടു ഡേ പ്രൊസീജിയർ എന്താണ് ICU, അപ്പൊ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്കിത്
മനസ്സിലായെന്ന് അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ളൊരിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തെങ്കിലും സ്പീഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചാപ്റ്റർ 12 ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ട്രാൻസ്ഫർ എന്നുള്ള വേർഡ് നമ്മൾ കോമൺലി എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമ്മള് മീനിങ് എന്താണ്? കൈമാറ്റം അല്ലെ. പലതരത്തിലും നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ട് അല്ലെ. നമുക്ക് ഫോണിൽ തന്നെ ഇപ്പൊ ഗൂഗിൾ പേ ഓഫർ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതിനകത്ത് തന്നെ നമ്മളിപ്പോ എമൗണ്ട് ഇപ്പോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതായത് കൈമാറ്റം ചെയ്യപ്പെട്ടു കിട്ടി എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വർക്കിലാണെങ്കിൽ ഇപ്പൊ ഒരു ടീച്ചർ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ കിട്ടി, ആ വ്യക്തിക്ക് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു അല്ലെ. അതാണ് ട്രാൻസ്ഫർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജോലി സ്ഥലത്ത് നിന്നും മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റമല്ല നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു രോഗീനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊരു മീനിങ് ആണ് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ഞാനൊന്ന് ജസ്റ്റ് വായിക്കുക. നിങ്ങൾ എന്റെ ഒപ്പം തന്നെ ഒന്ന് മനസ്സിലൊന്ന് വായിച്ചു പോവുക. Intra and inter-hospital patient transfer is an important aspect of patient care which is often handled to enhance the existing management of the patient. It may involve caring a patient within the same facility for any diagnostic procedure or shift to another facility with more well-developed care. The main aim in such all shifting is to maintain continuity of medical care. നിങ്ങൾ വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇൻട്ര ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ്. ഇൻട്ര ഓർ ഇന്റർ നമ്മൾ പല കാര്യങ്ങളും ഇന്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ് ഔട്ടർ ഗെയിംസ് അല്ലെങ്കിൽ ഇന്നർ ഗെയിംസ് അല്ലെ. പുറമേ നമ്മൾ കളിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർ ആയിട്ടുള്ളത്. ഇന്റർ എന്ന് പറഞ്ഞാൽ മീൻസ് എന്താണ്? ഉള്ളിൽ. അപ്പൊ ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തുള്ളത് അല്ലെ. നോക്കാം. ഇൻട്ര ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇൻട്ര ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ തന്നെ അല്ലെ, പുറത്തോട്ടല്ല, ഉള്ളിൽ തന്നെ. അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് എന്താണ്, ഇപ്പൊ ആളൊരു ICUവിൽ എന്തെങ്കിലും ആള് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ICUവിൽ അഡ്മിഷൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ നമ്മള് എന്താണ് 2 days കൊണ്ട് ആള് റിക്കവറി ആയി. ഓക്കെ, നോർമലി റിക്കവറി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് നമുക്കിനി ICUയിലോട്ട് തുടർന്ന് പോകേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിനെ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലോട്ടോ ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു ഷിഫ്റ്റിംഗും എന്താണ്? ഒരു ട്രാൻസ്ഫർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ആണ്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ ഹോസ്പിറ്റൽ. അതെ, അതായത് വേറൊരു ഹോസ്പിറ്റലിലേക്കല്ല, ആ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ ഹോസ്പിറ്റൽ. ഇനി നെക്സ്റ്റ് ഇൻട്ര എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ തന്നെ ആവുമ്പോൾ അത് ഇന്റർ ആവും. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാനോ ഉണ്ടാകില്ല അല്ലെ. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വ്യക്തിനെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫറിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്ര. ക്ലിയർ ആയല്ലോ? മാറിപ്പോകരുതും. ഇന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ. ഇന്റർ എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ. ഇൻട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തോട്ട് അല്ലെ, മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി അപ്പൊ എന്താണ് ഇൻട്ര ആൻഡ് അതാണ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് എന്താണ്? കെയർ വിച്ച് ഇസ് ഓഫ്റ്റൻ ഹാൻഡിൽ ടു എൻഹാൻസ് ദ എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ്. ഇറ്റ് മോർ ഇൻവോൾവിംഗ് കെയർ പേഷ്യന്റ് വിത്തിൻ ദ സെയിം ഫെസിലിറ്റി ഫോർ any diagnosis procedure shift to another with a more well developed care അല്ലെ. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന രോഗിയുടെ മാനേജ്മെന്റ് എന്താണ്? കൂടുതലായിട്ടും മാനേജ്മെന്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രോഗിയുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു വ്യക്തിനെ ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലുകളിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ല എങ്കിൽ
ഷിഫ്റ്റ് ചെയ്ത് നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് അസുഖത്തിന്റെ റിക്കവറി അല്ലേ കൂടുതലായിട്ട് വരുന്നത് അല്ലെ? ആ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ ആളുടെ എന്താണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ നിന്നും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിന്റെ ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തീരുമാനിക്കുന്നത്, ഒരു നിർണ്ണയിക്കുക, അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം നടത്തുകയാണ് അല്ലെ? പിന്നെ വ്യക്തിക്ക് ആള് എന്താണ് ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഈ ഹോസ്പിറ്റലിൽ തുടർന്ന് പോകാൻ ചിലപ്പോൾ സാധിക്കില്ല. ചില ഹോസ്പിറ്റലിൽ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിലായിരിക്കുമല്ല നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ആളെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ഒക്കെ നോക്കിക്കൊണ്ട് അങ്ങനെയാണ് മറ്റൊരു സൗകര്യത്തിലോട്ട് അല്ലെങ്കിൽ അതേ ഒരു സൗകര്യത്തിൽ തന്നെ കൊണ്ടുപോകും. അതല്ലെങ്കിൽ എന്താണ് സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി the main aim in all such shifting is to maintain continuity of medical care. മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ചെയ്യുന്നത്? മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ? അതായത് പരിചരണം, നമ്മൾ രോഗിക്ക് ഒരു പരിചരണം നൽകുന്നുണ്ടല്ലോ, അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടണം അല്ലെ? അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ തുടരാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ അവിടെ തന്നെ ചികിത്സ ആൾ തുടർന്നിട്ടുണ്ടെങ്കിൽ രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? ഗുരുതരമായിട്ട് തന്നെ മാറും അല്ലെ? അപ്പൊ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കെയർ കണ്ടിന്യൂറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പേഷ്യൻസിനെ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് അവരുടെ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ അവരുടെ റിക്കവറിക്ക് വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അത്രയും ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ് മേ പ്രൊസീജിയർ വേരിയസ് physiological changes which may negatively affect in prognosis of the patient. It should be initiate safe transfer, consist of decision to transfer and communication, pre-transfer stabilization and preparation, choosing appropriate mode of transfer. എന്താണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ലെ, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ ആ വ്യക്തിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് എന്താണ്? എക്സ്ക്യൂസ് മീ മാം, പ്രോഗ്നോസിസ് ഒന്ന് പറയാവോ? പ്രോഗ്നോസിസിന്റെ മീനിങ് ഒന്ന് പറയാവോ? ഓക്കെ. As a transfer sick patient may procedure various philosophical changes which may negatively affect the prognosis of the patient. ഓക്കെ, അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരു കൈമാറ്റമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. കൈമാറ്റം അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണ് ഒരു രോഗിക്ക് ചെയ്യേണ്ടത്. അതൊരിക്കലും നെഗറ്റീവ്ലി അഫക്റ്റ് ആവരുത്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗനിർണയം അല്ലെങ്കിൽ പ്രവചിക്കില്ല നമ്മൾ രോഗം, ആൾക്ക് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ എന്താണ് അത് ഇപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആളെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് പ്രവചിച്ചതിന് ശേഷം പ്രോഗ്നോസിസ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ നിർണ്ണയിക്കുക. പ്രോഗ്നോസിസ് മീൻസ് പ്രവചിക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്, അതായത് രോഗം. അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗിയെ, അതായത് അദ്ദേഹത്തിന് എന്താണ് ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരാം ആ സമയത്ത് അല്ലെ? അപ്പൊ എന്താണ് നല്ല രീതിയിലുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ട്രാൻസ്ഫർ ആണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇങ്ങനെ പ്രവചനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ വ്യക്തി ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ പ്രകടിപ്പിക്കും. ഇപ്പോ എന്താണ് ചിലപ്പോ ഒരു അവർക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ, നമ്മള് ഇപ്പൊ ICU, ആംബുലൻസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലുകാർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് വ്യക്തിയുടെ ആ എന്താണ് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നിർണയിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കി കൊടുക്കുന്നത്. ഇനി ഇറ്റ് ഷുഡ് ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഡിസിഷൻ. സേഫ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെ? അതായത് ഇപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ ലാൻഡ് ട്രാൻസ്ഫർ ആണോ? ചില സന്ദർഭങ്ങളിൽ ലാൻഡ് ട്രാൻസ്ഫർ നമ്മളിപ്പോ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ആംബുലൻസിലൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇന്ന് മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരും. ക്ലാസ് നമ്മള് മ്യൂട്ട് ചെയ്യാൻ പറയണത് വേറെ ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതും, കാരണം അങ്ങനെ നമുക്ക് 1 hour ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മൾ ഇത്രയും കുട്ടികളുള്ളതുകൊണ്ടേ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മറ്റുള്ളവർക്ക് ഒരു സൗണ്ടിന്റെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ.
ഓക്കെ, അപ്പൊ എന്താണ് സൗണ്ട് കുറവുണ്ടോ സംശയം? സൗണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, കുറവാണ് തോന്നുന്നു. ഓക്കെ ശരിയായി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. എങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുക. ചില ഹോസ്പിറ്റലുകളിൽ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും വേണ്ടത് അല്ലെ. ഇപ്പൊ നമ്മൾ ആംബുലൻസിലൊക്കെ ആണെങ്കിൽ രോഗിയുടെ ICU ആംബുലൻസ് അല്ലെ, അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താണ് വെന്റിലേറ്റർ ആംബുലൻസ്, അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആംബുലൻസുകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഓരോ ഹോസ്പിറ്റലുകളിലും. അപ്പൊ ലാൻഡ് ട്രാൻസ്ഫർ വേണോ, അല്ലെങ്കിൽ നീഡഡ് ഇൻ എന്താണ് ലാൻഡ് ട്രാൻസ്ഫർ കൂടാണ്ട് തന്നെ എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ് ഉള്ള, അതായത് ഇങ്ങനെ പറഞ്ഞ ICU അങ്ങനെ വെന്റിലേറ്റർ ആംബുലൻസ് വേണോ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആംബുലൻസുകൾ വേണോ, അല്ലെങ്കിൽ എന്താണ് എയർ ട്രാൻസ്പോർട്ട് ഉണ്ട് അല്ലെ. ഇപ്പൊ വേറൊരു രാജ്യത്തോട്ട് ചികിത്സ നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പൊ തന്നെ നമുക്ക് എന്ത് വേണം, ട്രാൻസ്പോർട്ട്, നമുക്ക് ഇപ്പൊ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണോ. അപ്പൊ ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആണോ വേണ്ടത് എന്ന് വരെ തീരുമാനിക്കേണ്ടത് പ്രോപ്പർ ആയിരിക്കണം. ഒരു ട്രാൻസ്ഫർ പേഷ്യന്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള രീതികളിൽ ഇതെല്ലാം നോക്കണം. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം, അല്ലെങ്കിൽ ഇപ്പൊ ആംബുലൻസ് ഓരോ എക്യുപ്മെന്റ്സ് ഉള്ള ആംബുലൻസ് വേണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ജസ്റ്റ് ഓക്സിജന്റെ ഇത് മാത്രം മതിയാകും അല്ലെ. ചിലവർക്ക് എന്താണ് ഈ ICU ആംബുലൻസ് ആയിട്ട് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ ചെയ്യണം. നെക്സ്റ്റ് നോക്കാം, ഡെഫിനിഷൻ. ഒരു എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ ആണ്. നമുക്ക് അറിയാലോ, നമുക്ക് മലയാളത്തിൽ തന്നെ അറിയാം. ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു കൈമാറ്റമാണ് അല്ലെ, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സ്റ്റെബിലൈസേഷന്റെ മീനിങ് എന്ന് പറയുമോ? എന്താണ് സ്റ്റെബിലൈസേഷൻ? ഫ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് നേരത്തെ മുൻകൂട്ടിയൊക്കെ തീരുമാനിക്കും ഇന്ന ആള് നമുക്കൊരു എന്താണ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ നേരത്തെ നമ്മൾ ഇവര് സജ്ജമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അവസ്ഥ എന്നാണെങ്കിൽ നമുക്ക് അപ്പോ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി പേഷ്യൻസ് ഇങ്ങനെ ഒരു ICUയിൽ തുടർന്ന് വരികയാണെങ്കിൽ ഇയാളെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അതാണ് നമ്മൾ മുൻകൂട്ടിയുള്ള ഒരു തീരുമാനം എടുക്കുക. അതിനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ നമ്മൾ സ്വീകരിക്കണം, ലാൻഡ് ട്രാൻസ്ഫർ വേണോ, എയർ ട്രാൻസ്പോർട്ട് വേണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് പോണേന് കേട്ടോ, ഡെഫിനീഷനിലോട്ട് പോവുകയാണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ടൊന്ന് ഡൗട്ട് ചോദിച്ചാൽ മതി കേട്ടോ, എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് ഒന്ന് ബ്രേക്കപ്പ് ആവും അതിന്റെ ഇടയില്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ക്ലിയർ ആക്കി തരാം. ഡെഫിനിഷൻ നോക്കാം. നമുക്കറിയാം ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യന്റ്, completing requisite records and shifting patient to another department within the hospital or to another hospital or home അല്ലെ. അതായത് എന്താണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഷ്യന്റിനെ പ്രിപ്പയർ ആക്കിയാണ് നമ്മൾ എന്തിനു വേണ്ടി, കംപ്ലീറ്റിംഗ് റിക്വസൈറ്റ് റെക്കോർഡ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. രോഗിയുടെ രേഖകൾ അല്ലെങ്കിൽ രോഗിയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്വസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള അഭ്യർത്ഥന രേഖകൾ, അതായത് ആ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടി ആ രേഖകൾ തയ്യാറാക്കുകയും രോഗി എന്ത് ചെയ്യുക, ഒരു ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്, ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അനദർ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ സെക്ഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. വിത്തിൻ ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓർ ടു അനദർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ അനദർ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ ചിലവർക്ക് പേഷ്യൻസിന് റിക്കവറി ഒന്നും ആണില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഡിസ്ചാർജ്, വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയിരിക്കും എഴുതി തരുന്നത്. ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ഡെഫിനിഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒന്ന് വായിക്കുക. ഇനി പർപ്പസ് അല്ലെ, പർപ്പസ് മീൻസ് എന്താണ്, ഉദ്ദേശങ്ങള്. ഈ ട്രാൻസ്ഫർ രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. നെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, ടെസ്റ്റുകളും ചില ടെസ്റ്റുകളൊക്കെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോ കൂടുതൽ നല്ല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താനും രോഗിയുടെ ചിലപ്പോൾ രോഗാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിലും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം
ആ ഒരു ഹോസ്പിറ്റലിൽ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്തതിനു ശേഷം അയാളിലെ എന്താണ് ശരിയായിട്ടുള്ള കാരണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റീസൺ എന്താണ്, ആ വ്യക്തിയുടെ രോഗം എന്താണ്, ഇതൊക്കെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഇതുപോലെ ട്രാൻസ്ഫറിംഗ് ഒക്കെ ആവശ്യമാണ്. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെ, ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ ആവശ്യമാണ്, ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ, ഇന്നലെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ICUs അല്ലെ, എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. NICU, MICU, ന്യൂറോ ICU, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പിലുള്ള ICU പറഞ്ഞു. ഇതെല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ICU അവൈലബിൾ അല്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലോട്ട് ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ രോഗത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ ആയിട്ടുള്ള ഏരിയ ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ പേഷ്യൻസിന് ലഭിക്കുകയുള്ളൂ. ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ് അല്ലെ, മോസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ വ്യക്തിക്ക് യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ ഏറ്റവും വേണ്ട തരത്തിലുള്ള ഒരു പേഴ്സണൽ സർവീസസ് ലഭിക്കണമെങ്കിൽ ഈ വ്യക്തിയെ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് നല്ലൊരു കണ്ടീഷനിലോട്ട് തുടർന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് അല്ലെ, എന്താണ് രോഗികളുടെ ആവശ്യങ്ങളും അല്ലെ, സെവറിറ്റി മീൻസ് ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ, പ്രശ്നങ്ങളും അവരുടെ നിലവാരം എങ്ങനെയാണ് അവരുടെ കണ്ടീഷൻസ് എന്നൊക്കെ മനസ്സിലാക്കിയായിരിക്കണം നഴ്സിംഗിന്റെ കെയർ അല്ലെ. അതൊക്കെയാണ് അപ്പോ ഇതിന്റെ ഉദ്ദേശങ്ങൾ, പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിലെ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് അല്ലെ. ഇൻട്രാ എന്ന് പറയുന്നത് എന്താണ്, ഉള്ളിൽ പുറമേ ഉള്ളത് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ. ഇന്റർ മീൻസ് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇന്റർ എന്ന് പറയുന്നത്. ഇനി മെയിൻ എയിം എന്തായിരുന്നു അതിന്റെ, ദ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ആണ് ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെഫിനേഷൻ നമ്മൾ എന്താണ് പറഞ്ഞത്, പ്രിപ്പയറിംഗ് പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്, കംപ്ലീറ്റിംഗ് റിക്വസൈറ്റ് റെക്കോർഡ് ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ഓർ അനദർ ഹോസ്പിറ്റൽ ഓർ ഹോം അല്ലെ. അതായത് ഒരു പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പേഷ്യന്റിന്റെ അഭ്യർത്ഥനകളും അല്ലെങ്കിൽ റെക്കോർഡ്സും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ആ രോഗിനെ എന്ത് ചെയ്യും, ഇന്റർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രാ ഹോസ്പിറ്റലിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു പർപ്പസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ. ടൈപ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഇൻട്രാ ഓർ ഇന്റർ അല്ലെ. സെയിം തന്നെയാണ് പറയുന്നത്, ഇവിടെ പേരിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ ഇത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ് അല്ലെ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിൽ തന്നെ ഉള്ളത്. ഇന്റർ എന്നുള്ള മീനിങ്സ് തന്നെയാണ് കേട്ടാ, ഇന്റർ എന്നുള്ളത് തന്നെ ഇന്റേണൽ എന്നാക്കി പറഞ്ഞു എന്നുള്ളൂ. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് നമുക്കറിയാം, ഇന്റർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള മീനിങ് ആണ് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ എന്തായിരിക്കും, പുറമേ ഉള്ളത്. നമുക്ക് മനസ്സിലാകുന്നതാണ്. നോക്കാം, ഇന്റേണൽ ട്രാൻസ്ഫർ അല്ലെ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്, to transfer the patient in a unit that provides special care or care suited to his requirements അല്ലെ. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്, സ്പെഷ്യൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച്, അതായത് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ട്രാൻസ്ഫർ ആണ് അവിടെ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ. അതാകുമ്പോ പേഷ്യൻസ് എന്താണ് അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല. ഇപ്പോ ഫ്രം ജനറൽ വാർഡ് ടു ICU അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിനെ വാർഡില് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും രോഗാവസ്ഥയിൽ മാറ്റം വന്നു അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അപ്പൊ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ICUയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതായത് പുറമേ വേറെ ഹോസ്പിറ്റലിലേക്കല്ല, സെയിം ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു സെക്ഷനിലോട്ട് ICUയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിട്ട്. ICU കിടക്കുന്ന ഒരു പേഷ്യൻസ് ആയിക്കോട്ടെ, ചിലപ്പോ ഒരു 2 days 4 days കഴിഞ്ഞ് റിക്കവർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആളുടെ മെഡിസിൻ ഒന്നും
റിയാക്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ വേണ്ടി വരും അല്ലെ? അപ്പൊ എന്താണ്, ആ ICUന്ന് ആ വ്യക്തിനെ അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതാണ് എന്ത്, ഇന്റർ എന്ന് പറഞ്ഞാൽ. ഇന്റർ എന്ന് പറഞ്ഞ വേർഡ് മാറിപ്പോകരുതും. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ളത്, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ. എക്സ്റ്റേണൽ, എക്സ്ട്രാ, പുറത്തുള്ളത്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ എന്നൊക്കെ പറയുന്ന ആ ഒരു മീനിങ് തന്നെ. എന്താണ് ജനറൽ വാർഡ് ടു ICU? നിങ്ങളോട് എക്സാമിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഫ്രം ജനറൽ വാർഡ് ടു ICU, അത് ഏത് സെക്ഷനിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആണ് അല്ലെ? ഏത് ടൈപ്സ് ഓഫ് ആണ്? ഇന്റേണൽ ആണ്. അപ്പൊ അതാണ് മാറിപ്പോവരുതും. എക്സാമ്പിൾ, മെയിൻ ആയിട്ട് എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. നമുക്ക് എഴുതാൻ ഇത് എളുപ്പമാണ് അതിന്റെ ഡെഫിനിഷൻ, പക്ഷെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നമ്മള് ചിലപ്പോൾ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്, എങ്കിലും നമ്മൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണലിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ കെയർ. നമ്മൾ പറഞ്ഞു അല്ലെ, ട്രാൻസ്ഫർ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഏത് ഹോസ്പിറ്റലിൽ നിന്നും? ഒരു ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? എക്സ്റ്റേണൽ. എക്സ്ട്രാ, പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യൽ കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ നോക്കിയേ. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, പിന്നെ എന്താണ്? ക്യാൻസർ സെന്റർ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ നമ്മൾ നോർമലി നമ്മളുടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ആദ്യം വ്യക്തിയെ നമ്മൾ കൊണ്ടുപോയത് അല്ലെ? ചിലപ്പോൾ അവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും അധികം സജ്ജീകരണങ്ങളോ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫെസിലിറ്റീസ് ഉണ്ട് എങ്കിൽ പോലും ചെറിയ തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ഫെസിലിറ്റീസ് കുറവായിരിക്കും നോർമലായിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യണം? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് ആ പേഷ്യൻസിനെ റിക്കവർ ചെയ്താൽ മാത്രമേ അയാൾക്ക് പഴയ ഒരു കണ്ടീഷനിലോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? ചിലപ്പോ പെട്ടെന്ന് ഒരു ആള് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം റിക്കവർ ചെയ്യും അല്ലെ? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ്? സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കുകയാണെങ്കിൽ ആള് നല്ല രീതിയിൽ റിക്കവറി ആയിട്ട് നല്ല കണ്ടീഷനിൽ മുന്നോട്ട് പോകും അല്ലെ? അപ്പോ പിന്നെന്താണ്? ക്യാൻസർ സെന്റേഴ്സ്. ചിലപ്പോൾ ഡയഗ്നോസിക്സിലൂടെ നമ്മൾ ആൾക്ക് വല്ല ക്യാൻസർ അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ആ പേഷ്യൻസിനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യണം? അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ ലഭിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിക്കവർ ചെയ്ത് നല്ലൊരു കണ്ടീഷനിലേക്ക് തിരിച്ചു വരാനായിട്ട്, നല്ലൊരു ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാനായിട്ട് ആ പേഷ്യന്റിന് സാധിക്കുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മള് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി അല്ലെ? അതായത് സൗകര്യത്തിന് ട്രാൻസ്ഫർ വിത്തിൻ ദ, എങ്ങനെയൊക്കെയാണ് ആ ഒരു ഫെസിലിറ്റിയിൽ വെച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന്, എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറോട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകാരോ അല്ലെങ്കിൽ ഡോക്ടറോ പറയാണ് നിങ്ങൾ ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്തോ എന്ന്, അങ്ങനെ ഒരു ഓറലായിട്ട് നമ്മൾ ഒരു വാക്കാൽ മാത്രം പറഞ്ഞൊരു കാര്യം അല്ല അല്ലെ? അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു അഡ്മിഷൻ എടുക്കുമ്പോഴും പേഷ്യന്റിനെ എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും എല്ലാത്തിനും എന്താണ്? ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നത്? മറ്റൊരു ഹോസ്പിറ്റലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് മാത്രമേ ഒരു വ്യക്തിയെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സിന്റെ, നഴ്സസിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. എല്ലാ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ആ വേർഡ്സ്, അറിയാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നമ്മൾ നോർമലി കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്. പിന്നെ അതൊരു ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ ഓർഡർ മീൻസ് അങ്ങനെയല്ല, എല്ലാം ഒരു പോയിന്റുകളായിട്ട് പറഞ്ഞു എന്നുള്ളൂ.
നമുക്ക് ഈ പോയിന്റുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമുക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് കോമൺ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു അഡ്മിഷൻ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലെ നമ്മളുടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കുറച്ച് പേർക്കെങ്കിലും ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഓരോ ക്ലാസ്സിലും ഈ കോപ്പി കയ്യിൽ വെക്കുക. ഇത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഓരോ പോയിന്റ് വായിക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് മുകളിൽ ഒന്ന് എഴുതിയിടാം അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. ഒരു ലെക്ചർ നോട്ട് പോലെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഇതിപ്പോ ഇന്നെടുത്ത് ഇന്ന് തന്നെ രാത്രി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഓരോ പോയിന്റുകളായിട്ട് വായിച്ചു പോണേണ്. Check the doctor's order for transfer of patient. A written declare is required from the doctor. അല്ലെ, നമുക്കറിയാം എന്താണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഒരു പേഷ്യൻസിന് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന് അത്രയും ദിവസം നോക്കിയ ഒരു ഡോക്ടർ ഉണ്ടാവുമല്ലോ. അദ്ദേഹമായിരിക്കും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ റെക്കോർഡ്സും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഡോക്ടർ എന്ത് ചെയ്യണം, റിക്വയർഡ് ഫ്രം അതായത് ഒരു റിട്ടേൺ ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം അല്ലെ. അതായത് ഇന്നയാളുടെ എന്താണ് കണ്ടീഷൻ ഇന്നതാണ്, അല്ലെങ്കിൽ ഇത്ര ട്രീറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ ചെയ്തത്, മെഡിസിൻ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത് ആരുടെ കടമയാണ്, ആ പേഷ്യൻസിന് അതുവരെ ട്രീറ്റ് ചെയ്ത പേഷ്യന്റ് ആയിരിക്കണം. മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഡോക്ടറിന്റെ ഒരു ലെറ്റർ വേണം. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒരു ലെറ്റർ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ബൈസ്റ്റാൻഡർ ആരെങ്കിലും പോയിട്ട് ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഹോസ്പിറ്റലിന്റെ ഒരു അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പേരിൽ ആ ഡോക്ടർ എഴുതിയൊരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ലെറ്റർ ഉണ്ടാവും. ഈ ലെറ്റർ ആണ് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ ആദ്യം കൊടുക്കുന്നത്. കാരണം ഈ പേഷ്യൻസിന് അവർ അതുവരെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എത്ര ഇഞ്ചക്ഷൻസ് ഏതൊക്കെയാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി അത് നോക്കിയാൽ മാത്രമേ തുടർന്നുള്ളൊരു ചികിത്സയ്ക്ക് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ ഓൾറെഡി ഇന്ന ട്രീറ്റ്മെന്റ് ഇതുവരെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു എന്നൊക്കെയുള്ളൊരു എല്ലാം ഒരു റിപ്പോർട്ടായിട്ടാണ് നമ്മൾ ഇത് ലെറ്റർ വഴി റിപ്പോർട്ടായിട്ടാണ് ആ ഡോക്ടർ നൽകുന്നത്. Intimate the patient and the relatives to be free from anxiety അല്ലെ. പേഷ്യൻസിന്റെ ഒപ്പം എന്താണ് ഇന്റിമേറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ റിലേറ്റിവിറ്റി ഉണ്ടാവും അല്ലെ, റിലേറ്റീവ്സ് ഉണ്ടാവും. അപ്പോ രോഗിയെയും അല്ലെങ്കിൽ റിലേറ്റീവ്സിനെയും എന്താണ് അവരുടെ ഒരു ആൻസൈറ്റി ഒക്കെ മാറ്റുക അല്ലെ, നല്ല രീതിയിൽ അവരോടൊന്ന് ബിഹേവ് ചെയ്യുക. കാരണം ആ രോഗിയുടെ നമുക്കറിയാം അല്ലെ, ഒരു പേഷ്യൻസിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ സിറ്റുവേഷൻസ് അല്ലെ ആ സമയത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എന്താണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ അല്ലെ വളരെ ഒരു വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ആൻസൈറ്റി അല്ലെ, ഉള്ളിൽ അവർക്ക് പേടി, ടെൻഷൻ എല്ലാം കൊണ്ടൊരു അതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യണം, അവർക്കൊരു ഒരു ആൻസൈറ്റിയും പേടിയൊക്കെ ഒരു ധൈര്യം കൊടുക്കണം അല്ലെ. അതൊക്കെ എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെ, ഒരു നഴ്സസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും നല്ലൊരു ഇതില് അവരെ കൂടുതലൊന്ന് സപ്പോർട്ടീവ് ആയിട്ട് അവർക്ക് വേണ്ടി ഒന്ന് നിൽക്കുക. Intimate the ward sister where the patient is transferred അല്ലെ. എന്താണ് രോഗിയെയും ആൻസൈറ്റി പാടില്ല. പിന്നെ എന്താണ് വേർ പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരു സിസ്റ്റേഴ്സിനെങ്കിലും അല്ലെങ്കിൽ ഒരു നഴ്സസും കൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൂടെ പോകും അല്ലെ. അതായത് കാര്യങ്ങളൊക്കെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിപ്പോ ആംബുലൻസിലൊക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ പേഷ്യൻസിന് അല്ലെ, പേഷ്യൻസിന്റെ ഒപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നഴ്സിനെ പറഞ്ഞു വിടും അല്ലെ. നഴ്സിനെ എന്ന് വെച്ചാൽ എന്തെങ്കിലും മേ ബി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ആ നഴ്സസിന് ചിലപ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾക്ക് ബൈസ്റ്റാൻഡറിന് അതേസമയം കൂടെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു നഴ്സസിന്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി അല്ലെ. നമ്മൾക്കറിയാവുന്ന എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള അപ്പൊ തന്നെ അവര് ട്രീറ്റ്മെന്റ് കൊടുക്കും. അതായത് ഓൺ ദ വേയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയൊക്കെ എന്താണ് ഒരു വാർഡ് സിസ്റ്ററിനെ കൂടി അറേഞ്ച് ചെയ്യും. ചെക്ക് ദ ചാർട്ട് ഫോർ ദി കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ അല്ലെ. അതായത് എന്താണ് നഴ്സ് അല്ലെങ്കിൽ നഴ്സിന്റെ ഒരു പരിചരണം ഉണ്ടാവും അല്ലെ. ഇപ്പൊ നൽകിയ ചികിത്സകൾ ആ ടൈമില് അതുവരെ ആ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമില് എന്തൊക്കെ ചികിത്സകളാണ് നൽകിയത് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ ഇപ്പൊ രോഗി ഇപ്പൊ എക്സ്റേ എടുത്തിട്ടുണ്ടാവാം, സ്കാനിങ് ചെയ്തിട്ടുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ട്സുകൾ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള റിപ്പോർട്ട്സുകളൊക്കെ ശേഖരിക്കണം. മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ഇതുവരെ ആ രോഗിന് എന്തൊക്കെയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തത്, എന്തൊക്കെ ടെസ്റ്റുകൾ എടുത്തു, അല്ലെങ്കിൽ എക്സ്റേ എടുത്തോ, സ്കാനിങ് എടുത്തോ, ഇതെല്ലാം എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ശേഖരിക്കണം മീൻസ് ആ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് രോഗിയുടെ ഒപ്പം തന്നെ ഒരു ഫയലില് ഡീറ്റെയിൽസ് എല്ലാം വേണം. Gather
ദ പേഷ്യൻസ് എക്സ്റേ മെഡിസിൻസ് ഓർ അതർ ബിലോങ്ങിങ്സ് അല്ലെ. ആ പേഷ്യൻസിന്റെ എന്താണ് മെഡിസിൻസ് വേണം, എക്സ്റേ വേണം, അതുവരെ കഴിച്ചിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ശേഖരിക്കണം മീൻസ് എന്തൊക്കെയാണ് മെഡിസിൻസ് ഈ രോഗി അല്ലെങ്കിൽ ഈ പേഷ്യൻസ് ഇതുവരെ എന്താണ് എന്തൊക്കെ മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ മെഡിസിൻസ് ആണ് കൊടുത്തതെന്ന് അറിയണം അല്ലെ. ഇതിനായിട്ട് അതുവരെ ചികിത്സിച്ച എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, ആ ഏതൊരു ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് നൽകണം. Call of the hospital died to or transfer to the new ward the patient is going. Next, aid the relatives to gather other belongings. Make arrangement to pay off due bills of going to another hospital. അല്ലെ, ഇപ്പൊ എന്താണ് റിലേറ്റീവ്സിന്റെ അത് അല്ലെ മറ്റുള്ള വസ്തുക്കൾ ശേഖരിക്കാനായിട്ട് ബന്ധുക്കളെയും കൂടി സഹായിക്കണം. ചിലപ്പോൾ ബൈസ്റ്റാൻഡറിനെ കൂടുതലായിട്ട് ബൈസ്റ്റാൻഡറും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ചിലപ്പോൾ ലാബ് റിപ്പോർട്ട്സോ അല്ലെങ്കിൽ എക്സ്റേ റിപ്പോർട്ട്സോ എന്തെങ്കിലും ചിലപ്പോൾ മേ ബി ഒരു ഡിലേ ഉണ്ടാവും, കിട്ടാനായിട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത്, നഴ്സസിന്റെ ഭാഗത്തായിക്കോട്ടെ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് അല്ലെ, അവരുടെയൊക്കെ ഒരു ഉത്തരവാദിത്വമാണ്. കാരണം ഈ പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ രോഗിനെ ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോ നമുക്ക് സമയത്തിന്റെ വിലയാണ് അല്ലെ, അതായത് ആ രോഗിയുടെ ജീവന്റെ വില തന്നെയാണെന്ന് പറയാം. ഇതെല്ലാം പ്രോപ്പറായിട്ട് നടത്തിയിട്ട് വേണം ആളെ എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇതെല്ലാം അവര് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെ ഹോസ്പിറ്റലിന്റെ. അപ്പൊ എന്ത് ചെയ്യണം, രോഗിയുടെ ബൈസ്റ്റാൻഡറേയും കൂടി അല്ലെങ്കിൽ ആ രോഗിയുടെ ഒപ്പമുള്ള ആളുകളെയും കൂടി ഓരോ കാര്യങ്ങളിലും ഒന്ന് സഹായിക്കുക. ഇനി എന്താണ് റെക്കോർഡ് ടൈം അല്ലെ, ട്രാൻസ്ഫർ ടൈം ആൻഡ് ജനറൽ കണ്ടീഷൻ. രോഗിയുടെ അവസ്ഥ രേഖപ്പെടുത്തണം. ഓരോ ടൈമിലും എന്താണ് രോഗിയുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തണം. അസിസ്റ്റ് ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യന്റ് ടു വീൽ ചെയർ സ്ട്രക്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ് ടു ന്യൂ ഏരിയ. നമ്മള് പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ രോഗിക്ക് ചിലപ്പോ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള അവസ്ഥയുള്ള ഒരു വ്യക്തിയായിരിക്കും, വീൽ ചെയർ സജ്ജമാക്കുക. ഓക്കെ മാഡം, ആ കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ഓക്കെ call of hospital diet or transfer to the new ward the patient is going. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇന്റർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു രോഗിനെ ചിലപ്പോ ICU ഒരു വാർഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാർഡിൽ നിന്നും ICU-ലായിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ മുൻകൂട്ടി അവരെ എന്താണ് കോൾ ഓഫ് ചെയ്യണം. ഹോസ്പിറ്റലിലെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു യൂണിറ്റ് പോലെ തന്നെ ഉള്ളതാണ് ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യണം അല്ലെ. ഇപ്പോ ട്രാൻസ്ഫർ ടു ന്യൂ വാർഡ്, പുതിയൊരു വാർഡിലോട്ട് പേഷ്യന്റ് വരികയാണ് അല്ലെ, പേഷ്യൻസിനെ നെക്സ്റ്റ് വാർഡിലോട്ട് കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ ICU-ലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുള്ളത് ഈ ഡയറ്റിനെയാണ് നമ്മൾ അറിയിക്കണം, ഇൻഫോം ചെയ്യണം അല്ലെ. എന്നാൽ മാത്രം അവിടെ ബെഡ് അവൈലബിലിറ്റി നോക്കുകയുള്ളൂ, സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ആ രോഗിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുകയുള്ളൂ. ഇനി gather the ward articles അല്ലെ, deliver patient documents belonging report orally to the in-charge nurse and sisters. പേഷ്യൻസിന്റെ എന്താണ് രോഗിയുടെ രേഖകളൊക്കെ ഇൻചാർജിന് റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ICU-ൽ ഒരു ഇൻചാർജ് ഉണ്ടാവും, ഒരു വാർഡിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും. അതുപോലെ ഈ രോഗി എവിടെയാണോ അഡ്മിറ്റ് ചെയ്തത് ആ വാർഡിലെ ഇൻചാർജിനെ ആയിരിക്കണം ഈ റിപ്പോർട്ട് ചെയ്യണം, ഈ ഡീറ്റെയിൽസും രോഗിയുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും. ഓക്കെ, ഗാദർ വാർഡ് ആർട്ടിക്കിൾസ് അല്ലെ, വാർഡിലെ സാധനങ്ങളൊക്കെ ശേഖരിക്കണം. ഇപ്പൊ വാർഡില് എന്തൊക്കെയാണ് വ്യക്തിക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത്, ചിലപ്പോ എന്തെങ്കിലും ഇപ്പൊ ഇഞ്ചക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾക്കറിയാം ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസുകളൊക്കെ ഉണ്ടാവും നമ്മളുടെ വാർഡിൽ തന്നെ നമ്മൾ വെക്കും അല്ലെ. അപ്പൊ ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് ആ വാർഡിലെ ഐറ്റംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളും നമ്മൾ എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഒരു വാർഡില് അഡ്മിറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് ഇത് ശേഖരിക്കുക. ഇവാലുവേറ്റ് ദ മെത്തേഡ് ട്രാൻസ്പോർട്ട് ഇൻഫോം റിസീവിംഗ് നേഴ്സ് അല്ലെ, അതായത് ഏത് രീതിയിലാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ചിലവർക്ക് എന്താണ് ആംബുലൻസിന്റെ ആവശ്യം വേണ്ടി വരും ഹോസ്പിറ്റലിൽ അല്ലെ. അപ്പൊ എങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് രീതിയാണെന്നുള്ളത് എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം അല്ലെ. ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടാണ് വേണ്ടതെന്ന് ആ നേഴ്സിനെ ഇൻഫോം ചെയ്യണം. ചിലപ്പോൾ ചിലവര് അവരുടെ തന്നെ എന്താണ് വണ്ടിക്കായിരിക്കും പോകുന്നത് അല്ലെ. ചില പേഷ്യൻസ് അങ്ങനെ അത്ര ക്രിട്ടിക്കൽ അല്ലാത്തൊരു സിറ്റുവേഷൻസിലാണെങ്കിൽ ആള് നോർമലി
നമ്മൾ തന്നെ സ്വന്തം വാഹനത്തിലായിരിക്കും ചിലപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ICU, ആംബുലൻസ് അങ്ങനെയുള്ളത് നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇൻഫോം ചെയ്യണം നഴ്സസിന്, അല്ലെ? ഇനി മെയിൻ പേഷ്യന്റ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. അതായത് പേഷ്യൻസിന്റെ ഒരു പുതിയ നഴ്സിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. പുതിയ നഴ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു പുതിയൊരു ടീമാണത്, അല്ലെ? ഒരു പുതിയൊരു നഴ്സിംഗ് യൂണിറ്റ് തന്നെയാണ്. അപ്പോ രോഗിയുടെ ശാരീരികമായിട്ടുള്ളത് ക്ഷേമം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും കൂടി എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം, അല്ലെ? റിപ്പോർട്ട് ചെയ്യണം. ആ രോഗിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, റിക്കവറി ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ആണെന്നൊക്കെ ഇൻഫോം ചെയ്യണം, അല്ലെ? അതായത് ഫിസിക്കൽ വെൽഫെയറും അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ, അല്ലെ? രോഗിയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പുതിയ നഴ്സിംഗ് യൂണിറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രോഗിയുടെ കണ്ടീഷൻസ് ഒക്കെ അവരെ ഇൻഫോം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ്സ്, അല്ലെ? ഓറൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓറൽ ആയിട്ടുള്ള, അതായത് നമ്മൾ സംസാരിക്കുന്ന, അല്ലെ? അതായത് കാര്യങ്ങൾ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് റിസീവിംഗ് യൂണിറ്റിലോട്ട് നൽകുക അല്ലെങ്കിൽ പറയുക, അല്ലെ? പുതിയൊരു യൂണിറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നഴ്സ് ഒരു ആംബുലൻസിൽ കൂടെ ഉണ്ടാകും. അപ്പൊ ആ നഴ്സ് എന്താണ്, ആ നഴ്സിന് അറിയാം ഈ രോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. അപ്പൊ അത് എന്ത് ചെയ്യണം, ന്യൂ യൂണിറ്റിലോട്ടും കൂടി അത് റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ യൂണിറ്റിൽ അത് റിപ്പോർട്ട് ചെയ്യണം. മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഈസ് കംപ്ലീറ്റഡ്, അല്ലെ? അതായത് എന്താണ്, എല്ലാ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെന്റ്സും പൂർത്തിയാക്കി, അല്ലെ? പൂർത്തിയാക്കണം, അല്ലെ? എല്ലാം പൂർത്തിയാക്കിയെന്നും അല്ലെങ്കിൽ കെയർ പ്ലാനും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. ഡോക്യുമെന്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ എക്സ്റേ, സ്കാനിങ് റിപ്പോർട്ട്സ് ഉണ്ടാവാം, ലാബ് റിപ്പോർട്ട്സ് ഉണ്ടാവാം, എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്സുകൾ, ഇതെല്ലാം വേണം നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എന്ത് വേണം, ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന് ഇയാള് ഇത്രയും ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ തുടർന്ന് ചികിത്സ, ഇപ്പൊ ഇത്രയും ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ് ആയിക്കോട്ടെ, എക്സ്റേ നടത്തി, അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതെല്ലാം ഡോക്യുമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് കെയർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കെയർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ ഇത്രയും കാര്യങ്ങൾ ഒരു പ്ലാനിലൂടെ ആയിരിക്കുമല്ലോ ചെയ്തേക്കുന്നത്, അല്ലെ? അതായത് കറക്റ്റ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളുണ്ട്, ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് ഉണ്ട് കെയർ ചെയ്തതിന്റെ, അല്ലെ? അപ്പൊ അതെല്ലാം കറക്റ്റ് ആണോ ഒന്നുകൂടി അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട്, അതായത് ഈ പേഷ്യൻസിന്റെ ഒരു സമ്മറി റിപ്പോർട്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഡേ ടു ഡേ ആയിട്ടുള്ള പ്രൊസീജിയറിന്റെ ഒരു സമ്മറി ഓൾറെഡി ഹോസ്പിറ്റലിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? ഒരു നഴ്സിംഗ് ഇൻചാർജോ ICUലാണ് ആ പേഷ്യന്റ് എങ്കിൽ അവിടുത്തെ ഒരു ICU ഇൻചാർജ് ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഡേ ടു ഡേ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, കെയർ പ്ലാൻ അവിടെ ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഡോക്യുമെന്റ്സിന്റെ ഒപ്പം ഇവരുടെ ഈ സമ്മറി റിപ്പോർട്ടും കൂടിയാണ് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അയക്കുന്നത്. ഇതെല്ലാം സെറ്റ് ആണോ എങ്കിൽ ഇതെല്ലാം കാര്യങ്ങളും കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മളുടെ കയ്യിലെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതെല്ലാം ഒന്നും കൂടി ഡോക്യുമെന്റേഷൻ ഒക്കെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ഈ കെയർ പ്ലാന് അല്ലെങ്കിൽ ആ സമ്മറി ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ എന്താണ്, അസിസ്റ്റ് ദ പേഷ്യന്റ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. പുതിയ യൂണിറ്റിലോട്ട് എത്തിക്കാനായിട്ട് രോഗികളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മീൻസ് നമ്മൾ പറഞ്ഞു ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നഴ്സിനെ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻസിനെയും കൂടി വിടുകയാണ് ചെയ്യുന്നത്. ഒരു നഴ്സിനെയും കൂടി വിടും സപ്പോർട്ടിനായിട്ട്, അല്ലെ? എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. മെഡിക്കൽ റിപ്പോർട്ടും ആ ഒരു പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് കൈമാറണം. ഇതെല്ലാം ഒരേ മീനിങ് തന്നെയാണ് ഏകദേശം വരുന്നത്. അതായത് ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ എക്സ്റേ, സ്കാനിങ് റിപ്പോർട്ട്സ്, ഡോക്യുമെന്റ്സ് നമുക്ക് ഒരു വ്യക്തിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ അവർ കെയർ ചെയ്തത്, അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് വേണം നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അത് ഓരോരോ കാര്യങ്ങളായിട്ടാണ് ഡിഫറെന്റ് ആയിട്ട് എടുത്തു പറയുന്നുള്ള പോയിന്റ്, അല്ലേ? മെയിൻ ആയിട്ട് എന്താണ്, നമുക്ക് അതുവരെ ചെയ്തൊരു ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡ്സും കാര്യങ്ങളും വേണം. ഓക്കെ, in the new unit procedures is similar to that admission procedure, അല്ലെ? അതായത് എന്താണ്, ഒരു
പുതിയ യൂണിറ്റിലോട്ട് നമ്മൾ പോകുമ്പോൾ പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദ അഡ്മിഷൻ പ്രൊസീജിയർ. അവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വേറെ എക്സ്ട്രാ പ്രൊസീജിയർ ഒന്നും വരുന്നില്ല. നമ്മൾ ഒരു പുതിയൊരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ തന്നെയായിരിക്കും ഒരു ന്യൂ യൂണിറ്റിൽ പോകുമ്പോഴും ചെയ്യുന്നത്. Clean the unit where patient is admitted and kept ready for the next patient after transferring. ഇപ്പോൾ എന്താണ്, ആ ഒരു യൂണിറ്റിൽ ഒരു എന്താണ് ICU-ലാണെങ്കിലും ഒരു വാർഡിലാണെങ്കിലും ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, ഇത്ര ഡേയ്സ് അഡ്മിറ്റ് ചെയ്തു ശേഷം എന്ത് ചെയ്യുന്നു, വേറൊരു യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ യൂണിറ്റ് എന്താണ്, അഡ്മിറ്റ് ചെയ്തത് കീപ്പ് ആൻഡ് റെഡി ഫോർ നെക്സ്റ്റ് പേഷ്യന്റിന് അല്ലെ, നെക്സ്റ്റ് പേഷ്യന്റ് വരുമല്ലോ അവിടെ അഡ്മിറ്റ് ആകാൻ. അപ്പൊ ഒരു പേഷ്യന്റ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നോർമലി അത് ക്ലീനിങ് ആക്കണം അല്ലെ. ആഫ്റ്റർ അതായത് അടുത്തൊരു വ്യക്തിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് അവിടെ ക്ലീൻ വേർ പേഷ്യന്റ് അഡ്മിറ്റഡ് കെപ്റ്റ് റെഡി ഫോർ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ്. അതായത് ക്ലീനിങ് ആയിരിക്കണം ആ യൂണിറ്റ്, എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പേഷ്യന്റിനെ അഡ്മിഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്കിത് കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഡിഫറെന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനെ എടുത്തെടുത്ത് പറഞ്ഞുള്ളൂ. നിങ്ങൾ നല്ലപോലെ ഇതൊന്ന് വായിച്ചത് മനസ്സിലാവുന്നതുള്ളൂ. പിന്നെ ചില വേർഡ്സ് ഇതുപോലെ നിങ്ങൾക്ക് മീനിങ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ചില വേർഡ്സ് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വേർഡ്സുകൾ ആയിരിക്കാം. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എക്യുപ്മെന്റ് നെസസറി. ഇതും കൂടി ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം ആയി. അപ്പൊ ചെറിയ പോയിന്റുകളായിട്ട് ഞാൻ എന്തെങ്കിലും സ്പീഡപ്പ് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കാം. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് അധികം സ്ലോ ആയാലും നമ്മളുടെ ക്ലാസ് 1 hour കൊണ്ട് മുന്നോട്ട് പോകില്ല. അപ്പൊ അതിൻ്റെതായ രീതിക്കാണ് എടുക്കുന്നത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി എക്യുപ്മെന്റ്സ് നെസസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ. ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്യുപ്മെന്റ്സ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ചുമ്മാ ഒരു സാധാ ഒരു ആംബുലൻസിൽ മാത്രം ചിലപ്പോൾ ആ പേഷ്യൻസിനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഭാഗത്തുനിന്ന് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇവര് പറയണ ഇപ്പൊ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ ചിലപ്പോ പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യും, മോശമാകും അല്ലെ. അപ്പൊ അതിനുള്ള എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ എന്ന നിലയ്ക്ക് അവരാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വീൽ ചെയർ സ്ട്രക്ചർ അല്ലെ. ഒരു അത്യാസന്ന നിലയിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു നിലയിലുള്ള രോഗിക്ക് ചിലപ്പോൾ നടക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തികളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള ആളുകളെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ നടക്കാൻ പറ്റാത്തൊരവസ്ഥ, ചിലപ്പോ എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലുള്ള വ്യക്തികൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ ICU എന്നൊക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിലോട്ടൊക്കെ മാറ്റുമ്പോ ആളെ ചിലപ്പോ ആ ICU ബെഡോട് കൂടി അല്ലെ, അല്ലെങ്കിൽ അതാണ് ICU സൗകര്യമുള്ള നമുക്ക് ആംബുലൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് എന്ത് വേണം, ചിലപ്പോൾ വീൽ ചെയർ കൊണ്ടായിരിക്കണം ആളെ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ആക്കാൻ, അല്ലെങ്കിൽ ഈ ആംബുലൻസിൽ കയറ്റാനായിട്ട് വീൽ ചെയർ വേണം, അല്ലെങ്കിൽ സ്ട്രക്ചർ വേണ്ടി വരും അല്ലെ. പിന്നെന്താണ് ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്. ഐഡന്റിഫിക്കേഷൻ ലേബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള എന്താണ് ആവശ്യമാണ് വേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ICU ആയിട്ടുള്ള ഒരു ആംബുലൻസ് ഉണ്ട്. പിന്നെ എന്താണ് ICU കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് എന്താണ്, വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേറ്റർ ആംബുലൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ലേബിൾസ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എന്താണ് എക്യുപ്മെന്റ് ആണോ വേണ്ടത് എന്നുള്ളൊരു ഇതിൽ നമുക്ക് ആ ഒരു അറേഞ്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. പേഷ്യന്റ് ബിലോങ്ങിങ്സ് അല്ലെ, പേഷ്യൻസിന്റെ നീഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് ഫയൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ. അതായത് എക്സ്റേ റിപ്പോർട്ട് വേണം, പേഷ്യൻസിന്റെ റെക്കോർഡ്, ഫയല്, ഇതെല്ലാം എക്യുപ്മെന്റിൽ പെടുന്നതാണ്. ഇനി കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില ആംബുലൻസിൽ ഓൾറെഡി ഇത് ICU സെറ്റിംഗ് ആയിരിക്കും അല്ലെ. ആംബുലൻസ് പറഞ്ഞാൽ ഫുൾ ഒരു ICU എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടൊരു ICU നമ്മൾ നോർമലി ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഒരു ICU എന്തൊക്കെയുണ്ട് സജ്ജീകരണങ്ങൾ, മോണിറ്ററിങ്ങും കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതേ സെയിം തന്നെ നമ്മളൊരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ആംബുലൻസിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ പേഷ്യൻസ് എന്താണ് വെൽ കെയർ ആയിട്ട് അവര് അവിടം വരെ പ്രോപ്പർ ആയിട്ട് നല്ലൊരു കണ്ടീഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കാർഡിയാക് മോണിറ്ററിംഗ് ഇസ് റിക്വയർഡ് അല്ലെ. ചിലർക്ക് മോണിറ്ററിംഗ് റിക്വയർഡ് ആയിരിക്കും. അത്രക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്നവർക്ക് എന്താണ്
നമുക്ക് മോണിറ്ററിങ് റിക്വയർഡ് ആണ്. നമ്മളപ്പോ ഇത്രയുമാണെന്ന് എടുക്കുന്നത്. ഈ പോയിന്റ്സ് നമ്മളിപ്പോ ലാസ്റ്റ് എടുത്ത എക്യുപ്മെന്റ് നെസസറി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഇത് ഞാൻ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കി റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നിങ്ങളൊന്ന് പറയുക നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതും കൂടി ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യണം നമ്മുടെ ക്ലാസ്. ഇതുവരെ അപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നിങ്ങൾ ഈ ട്രാൻസ്ഫർ ഓഫ് നമ്മൾ ഇന്ന് എടുത്തത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും നിങ്ങളൊന്ന് നമ്മളുടെ ഈ നോട്ട്സ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഐ സി യു. ഓക്കെ, ഐ സി യു സെക്ഷൻ നമ്മൾ Okay, ma'am. Thank you. Thank you, ma'am. Okay, ma'am. Thank you, ma'am. Thank you, ma'am. Okay, thank you, ma'am. Thank you, ma'am. Ma'am. ആണോ ഇപ്പൊ കഴിഞ്ഞത്? Thank you, ma'am. Thank you, ma'am. ഫസ്റ്റ് സെക്ഷൻ ക്ലാസ് ആണോ ഇപ്പൊ കഴിഞ്ഞത്? അതെ അതെ. അതെ അതെ. ഇനി സെക്കൻഡ് സെക്ഷൻ ഉണ്ട് ഇനി. റീസ മേഡം. ടൈം ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ടോ നമുക്ക്? ടൈം ടേബിൾ ഒന്നും തന്നിട്ടില്ല. ടൈം ടേബിൾ തന്നിട്ടില്ല, അടുത്ത ദിവസം തരാന്നാ പറഞ്ഞേ. അടുത്ത ദിവസം തരും. ഓക്കെ ഓക്കെ ഓക്കെ. നോട്ട്സ് ഒക്കെ എഴുതി തുടങ്ങിയോ? ഇല്ല ഞാൻ കുറച്ച് എഴുതി. എഴുതി തുടങ്ങിയിട്ടില്ല. എഴുതി തുടങ്ങിയില്ല. ഞാനും എഴുതി തുടങ്ങിയില്ല. ശരിക്കും നോട്ടായി. പെട്ടെന്ന് അങ്ങ് നോട്ടായി. ഞാൻ കുറച്ച് എഴുതിട്ടോ.